ഹലോ ടുട്ടു വ്ളോഗ്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നതേ നമ്മുടെ നോണക്കുഴി എന്ന മൂവിയുടെ റിവ്യൂ ആയിട്ടാട്ടോ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത്. അതെ, കഴിഞ്ഞ വട്ടം ഞാനൊരു മൂവിയുടെ റിവ്യൂ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ മൂവി ഞങ്ങൾ കണ്ട ആ സെയിം തിയേറ്ററിൽ തന്നെ, അതെ ആ തൃശ്ശൂരിലെ തിയേറ്റർ തന്നെയാണ് നമ്മൾ ഇതും കാണാൻ വന്നിട്ടുള്ളത്. നമ്മൾ ഭയങ്കര ലേറ്റ് ആയിരുന്നു, അതുകൊണ്ടാണ് ഇവിടെ ഒറ്റ ആളെ കാണാത്തത്. നിങ്ങൾ പുറത്ത് ഞങ്ങൾ ഓൺലൈൻ വഴി ബുക്ക് ചെയ്തിട്ടുണ്ടായി. ഞങ്ങൾക്ക് ഇനി സിനിമയ്ക്ക് പോകണമെന്ന് പ്ലാനൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ എന്താ പറയുക, ഞങ്ങൾ ഷോപ്പിൽ പോയതായിരുന്നു. സമയം കണ്ടപ്പോൾ ഞങ്ങൾ നേരെ സിനിമയ്ക്ക് കയറിയതാണ്. ഓൺലൈൻ വഴി ബുക്ക് ചെയ്തതായിരുന്നു. നമുക്ക് ബാക്ക് സീറ്റൊന്നും കിട്ടിയില്ലെങ്കിൽ കുറച്ചുകൂടി ഇഷ്ടം ബാക്ക് സീറ്റിൽ ഇരിക്കാനാണ്, നല്ലത് നിവർന്നിരിക്കാമല്ലോ. നമുക്ക് കുറച്ച് ഫ്രണ്ടിലത്തെ സീറ്റാണ് കിട്ടിയത്. എന്തായാലും കുഴപ്പമില്ലാണ്ട് എനിക്ക്, പക്ഷേ അതൊന്നും ചാരി ഇരിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അതേ നമ്മൾ അങ്ങനെ മൂവിക്ക് കയറാണ്. എന്നത്തെയും പോലെ എൻ്റെ സിനിമയുടെ പകുതി പോർഷൻ ഞങ്ങൾ മിസ് ചെയ്തതല്ല, കഴിഞ്ഞു പോയി. ഞങ്ങൾ ലേറ്റായിട്ടാണ് എത്തിയത്. അതുകൊണ്ട് ഞങ്ങളിപ്പോട്ട് സിനിമ കാണുന്നൊക്കെ ലേറ്റായിട്ടാട്ടോ എത്തുന്നത്. സിനിമ അടിപൊളിയായിരുന്നു, വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുള്ളവരാണെങ്കിൽ ഒന്ന് റെഡ് ഹാർട്ട് കമൻറ്റ് ചെയ്യൂ. പിന്നെ നിങ്ങൾ കണ്ടിട്ട് പറ്റുകയാണെങ്കിൽ എൻ്റെ അഭിപ്രായം കൂടി ഒന്ന് ആ റെഡ് ഹാർട്ടിൻ്റെ അടിയിൽ ഒന്ന് ചെയ്യണം. പറ്റുകയാണെങ്കിൽ ഒന്ന് എഴുതിയേക്ക്. ജസ്റ്റ് ഇങ്ങനെ വെറുതെ ഇരിക്കല്ലേ, ഒന്ന് വായിക്കാനേ. അപ്പോൾ എനിക്ക് ലൈക്കും സബ്സ്ക്രൈബ്സൊക്കെ കുറവാണ്, അതൊന്ന് എനിക്കൊന്ന് കൂട്ടിത്തരണം. അപ്പോൾ അങ്ങനെ നമ്മൾ സിനിമ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എനിക്കിഷ്ടമായിട്ടോ. ഭയങ്കര കോമഡി ഒന്നുമല്ല, കുറച്ച് സീരിയസും കുറച്ച് കോമഡിയൊക്കെ ആയിട്ടുള്ളതാണ്. ചിലപ്പോൾ ചിലർക്ക് ഇത് ഇഷ്ടമാവില്ല, ചിലർക്ക് ഭയങ്കര ഇഷ്ടമാവും. എനിക്ക് വലിയ കുഴപ്പമില്ലാണ്ട് ഇഷ്ടമായി. അത്യാവശ്യം നല്ല പടം തന്നെയായിരുന്നു. ഈ നമ്മൾ പോസ്റ്റർ ഇട്ടിട്ടുണ്ടായിരുന്നില്ല, നോണക്കുഴി എന്ന് പറഞ്ഞ ആ പോസ്റ്റർ, അതിലത്തെ ആ ഒരു നടീനും ശരിക്കും അവരല്ല, ആ ചേച്ചീനും ആ ചേട്ടൻ്റെയും പേരൊന്ന് ഇട്ട്, എന്നിട്ട് നിങ്ങളുടെ പേരും കൂടെ അടിയിൽ എഴുതണം. അപ്പോൾ ഞാൻ അത് കറക്റ്റാക്കിയവരുടെ പേര് ഞാൻ ഈ ഞാൻ ഇനി ഇടുമല്ലോ, വീഡിയോസ് ഇടുമല്ലോ, യൂട്യൂബല്ല വീഡിയോസ് ഇടുമല്ലോ, അതിൽ ഞാൻ നിങ്ങളുടെ പേര് പറയുന്നതായിരിക്കും. ആദ്യം ഇടുന്ന 5 പേരുടെ പേരാട്ടോ ഞാൻ പറയുള്ളൂ. അപ്പോൾ നിങ്ങൾ വേഗം ഇട്ട് തുടങ്ങിക്കോട്ടോ, കമൻറ്റ് ബോക്സ് വേഗം ഇട്ട് തുടങ്ങിക്കോ പേരൊക്കെ, നിങ്ങളുടെ പേരും പിന്നെ അവരുടെ പേരും വേഗം ഇട്ട് തുടങ്ങിക്കോട്ടോ. അപ്പോൾ പിന്നെ ഇനി എൻ്റെ ടുട്ടു വ്ളോഗ്സ് എന്ന യൂട്യൂബ് ചാനലിൻ്റെ പേര് മാറ്റണമെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സ് ബിലോ മാറ്റൂ എന്ന് ഇട്ടാൽ മതി. നമ്മൾ ഓൺ ദ സ്പോട്ടിൽ കിട്ടിക്കച്ച് പേരാക്കുന്നതായിരിക്കും. ഇപ്പോൾ തന്നെ കാണിച്ചതായിരുന്നു, നോണക്കുഴി എന്ന സിനിമയുടെ കുറച്ച് ഭാഗങ്ങൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. അത് കണ്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെ നമ്മൾ ഇൻ്റർവെല്ലിന് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് വന്നു. നമ്മുടെ മുഖം ഇങ്ങനെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മയ്ക്ക് ഇഷ്ടമുള്ളത് ഐസ്ക്രീമായിരുന്നു. ഐസ്ക്രീം അവിടെ ഉണ്ടായിരുന്നില്ല, തീർന്നുമായിരുന്നു. അപ്പോൾ പിന്നെ നമ്മൾ ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. അതാണ് നമുക്കിടന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സിനിമ തുടങ്ങിയിട്ടില്ല കേട്ടോ, തുടങ്ങുന്നേ ഉള്ളൂ. ലേറ്റ് കണ്ടറിയാമല്ലോ, സിനിമ തുടങ്ങിയിട്ടില്ല, സ്വാഭാവികം. അപ്പോൾ അടിപൊളിയായിരുന്നു. എനിക്കിങ്ങനെ ഏറ്റവും മേലെ ഇരിക്കണം ആഗ്രഹമുണ്ട്. ഞാൻ ഇതുവരെയായിട്ട് അങ്ങനെ ഏറ്റവും മേലെ കയറി ഇരുന്നിട്ടില്ല. ഒരു വട്ടം കൊണ്ട് ഇരുന്നിട്ടുള്ളൂ കേട്ടോ സിനിമയിൽ. ആ വരാന്തയുടെ മേലെ ആണ് എനിക്കിങ്ങനെ കയറാൻ ഇഷ്ടം. അങ്ങനെ ഒരു വട്ടം കൊണ്ട് ഇരുന്നിട്ടുള്ളൂ കേട്ടോ. പിന്നെ എപ്പോഴും താഴത്ത് ബാക്കിൽ അല്ലെങ്കിൽ ഫ്രണ്ടിൽ അങ്ങനെയൊക്കെ ആയിട്ടോ ഇരിക്കാറ്. അപ്പോൾ അതേ നമ്മുടെ സിനിമ കഴിഞ്ഞു. അപ്പോൾ ഈ തിയേറ്ററിൻ്റെ പേരൊന്ന് കമൻറ്റ് ബോക്സ് ബിലോ കേട്ടോ. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്ന ആ സെയിമിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതിലങ്ങനെ ചിലരൊന്നും പറഞ്ഞില്ല. അപ്പോൾ ഇതിലെല്ലാവരും പറയണം ഈ തിയേറ്ററിൻ്റെ പേരെന്താണെന്ന് കേട്ടോ. അവരുടെ പേര് കൊണ്ട് ഞാൻ പറ്റുകയാണെങ്കിൽ ഇടുന്നതായിരിക്കും. ആദ്യത്തെ 5 പേര് കേട്ടോ, ആദ്യത്തെ 5 പേര് തിയേറ്ററിൻ്റെ പേര് പറയുന്നവരുടെ പേര് ഞാൻ യൂട്യൂബിൽ പറയുന്നതായിരിക്കും. ഞാൻ ഇടുന്ന വീഡിയോസിൽ പറയുന്നതായിരിക്കും. അപ്പോൾ അതേന്നും ഞങ്ങളിങ്ങനെ അവിടെ ഇങ്ങനെ തീരുമ്പോൾ ഒരു പാട്ട് കേൾക്കില്ല, അതിലിങ്ങനെ ഡാൻസ് കളിച്ചതാണ്. പിന്നെ ഇതേ നമ്മളെല്ലാവരും പുറത്തുനിന്ന് ഇറങ്ങിയാണ്ടില്ല, ബാൽക്കണി മേലെ ഫുൾ ആൾക്കാരായിരുന്നു. അപ്പോഴാണ് കണ്ടത്, അയ്യോ അമ്മ ഇവിടെ ഐസ്ക്രീം ഉണ്ടായിരുന്നു എന്ന് ഞാൻ പിന്നെ അമ്മ അടുത്ത് പറഞ്ഞതാണ്. അപ്പോൾ അമ്മയുടെ ഡിയ എന്നുള്ള വിളിയാണ് കേട്ടിട്ടുണ്ടായിരുന്നത്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല, അമ്മനെ കേട്ടുള്ളൂ, ഞാനേ അറിഞ്ഞുള്ളൂ എന്നുള്ള മട്ടാണ്. ഓക്കെ ബൈ.